അടുത്ത ശനിയാഴ്ചയാണ് മൂന്നാം ഘട്ട ബന്ധിമോചനം ഗസയിൽ നടക്കേണ്ടത്. ഹമാസിന്റെ കണക്ക് പ്രകാരം 3 ഇസ്രയേൽ തടവുകാരും നൂറുകണക്കിന് ഫലസ്തീനികളും വെളിച്ചം കാണേണ്ട ദിവസം. പക്ഷേ ഇസ്രയേൽ കരാർ ലംഘിച്ചിരിക്കുന്നു. ഗാസയിൽ തന്നെ പലയിടങ്ങളിൽ ഇസ്രയേൽ വെടിവെപ്പും മടങ്ങിവരുന്ന ഫലസ്തീനികളെ തടയുന്നതും ഉൾപ്പെടെയുള്ള കരാർ ലംഘനവും കടുത്ത മനുഷ്യാവകാശ ലംഘനവും തുടരുന്നതിനിടെ ഇനി കരാറിന് വല്ല പ്രസക്തിയുമുണ്ടോ എന്നതാണ് ഹമാസിന്റെ ചോദ്യം. ഇത്തരമൊരു കരാർ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ ആരംഭിച്ചപ്പോൾ തന്നെ ഈ കരാർ എന്ന് പറയുന്നത് 42 ദിവസത്തേക്കാണ് ആദ്യ ഒന്നാം ഘട്ട കരാർ. ഈ ഒന്നാം ഘട്ട കരാറിനിടെ ചില ബന്ദികളെയൊക്കെ കൈമാറ്റങ്ങൾ നടക്കും. അതിനിടയ്ക്ക് തന്നെ ഇനി അടുത്ത ഘട്ടം നീട്ടിക്കൊണ്ടു പോകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമെന്നൊക്കെയാണ്. പ്രതീക്ഷിച്ച 42 ദിവസത്തിന് മുൻപ് തന്നെ കരാർ നടപ്പിലാവാതെ പോകുമെന്ന സൂചനകൾ തന്നെ പല രാജ്യങ്ങളും ലോക നേതാക്കളും ഒക്കെ ആശങ്ക അറിയിച്ചിരുന്നതുമാണ്. അതിന് കാരണമായി അവർ പറയുന്നത് ഹമാസിനാണ് കരാറിൽ മുൻതൂക്കം എന്ന പ്രചാരണമാണ്. ഒരു ഇസ്രയേലി പട്ടാളക്കാരന് പകരം ധാരാളം ഫലസ്തീനികളെ ഇസ്രയേൽ കൈമാറണം എന്നതാണ് നിലവിലുണ്ടാക്കിയ കരാർ. ഇങ്ങനെ വരുമ്പോൾ ഇസ്രയേലിൻ്റെ കസ്റ്റഡിയിലുള്ള ഫലസ്തീനികളുടെ മോചനമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഇസ്രയേലിലെ തീവ്ര ജൂത ലോബികൾ പ്രചരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണം. ഇത് ഇസ്രയേൽ ഭരണകൂടത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമാണ്. യഥാർത്ഥത്തിൽ ഹമാസിനും ഇസ്രയേലിനും ഒരു ഇടവേള ഇവിടെ ആവശ്യം തന്നെയായിരുന്നു. ഹമാസിൻ്റെ മുൻനിര നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെടുന്നു. ഭക്ഷണവും വെള്ളവും മരുന്നുകളും ലഭ്യമാകാതെ വരുന്നു. കെടുതികളുടെ നീണ്ട പ്രശ്നങ്ങൾ തന്നെ ഗാസ അനുഭവിക്കുമ്പോൾ ഇസ്രയേൽ അതിരൂക്ഷമായ സുരക്ഷാ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. അപായ സൈറണുകൾ നിലയ്ക്കാത്ത രാവും പകലും എന്ന രീതിയിലാണ് ഇസ്രയേലിലെ അവസ്ഥ. പ്രധാനമന്ത്രിയുടെ വസതി വരെ സുരക്ഷിതമല്ലാത്ത സാഹചര്യം. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ആവശ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇസ്രയേൽ ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നത്. എന്നാൽ മാനുഷിക വിഷയത്തിൽ ഖത്തറിൻ്റെ സമ്മർദ്ദത്തിന് മുൻപിൽ അമേരിക്കക്ക് ഖത്തറിൻ്റെ ആവശ്യങ്ങൾക്ക് മേൽ അനുമതി നൽകേണ്ടി വരുന്ന അവസ്ഥ കൈവരുന്നതോടെയാണ് ഇസ്രയേലിനാണ് വെടിനിർത്തൽ കരാറിൽ കൂടുതൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ വിജയിച്ചത് ഫലസ്തീനും ഹമാസുമാണ് എന്നതാണ് ഇസ്രയേലിന് വേണ്ടി വാദിക്കുന്ന ആളുകളുടെ പക്ഷം. എന്നാൽ ട്രംപ് അധികാരത്തിലെത്തിയതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നതാണ് പിന്നീട് കാണുന്നത്. അധികാരത്തിൽ എത്തും മുൻപ് ഗാസയിലെയും ഉക്രൈനിലെയും യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പ്രചരിപ്പിച്ചിരുന്ന ട്രംപ് താൽക്കാലികമായി വെടിനിർത്തലിൽ എത്തിയെങ്കിലും നെതന്യാഹുവിൻ്റെ അമേരിക്കൻ സന്ദർശനത്തോടെ കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ വീണ്ടും മറിയുന്നതാണ് നമ്മൾ കണ്ടത്. ഗാസ നല്ല സ്ഥലമാണെന്നും അവിടെ ഏറ്റവും മികച്ച തീരദേശ ടൂറിസം പദ്ധതികൾക്കും ഉദ്യാന പദ്ധതികളുമൊക്കെ സ്ഥാപിക്കുമെന്നാണ് റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ കൂടിയായിട്ടുള്ള ട്രംപ് പറഞ്ഞത്. ഇവിടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ ഒരു വാക്കിവിടെ ഉച്ചരിക്കുവാനുള്ള പ്രധാന കാരണം ട്രംപ് ടീം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ട്രംപിൻ്റെ കോർപ്പറേറ്റ് ടീം റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത്. ഹമാസിൻ്റെ അബു ഉബൈദയുടെ ഒരു പ്രസ്താവന തന്നെ വന്നിട്ടുള്ളത് കച്ചവടം നടത്താൻ ഇത് ഗസ ട്രംപിൻ്റെ കച്ചവട പരിപാടിയല്ല, ഇത് ഗസക്കാരുടെ മണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അബു ഉബൈദ അതിനായി ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തെയൊക്കെ മുൻനിർത്തി ഗസയിലെ ജനങ്ങൾ അവിടം വിട്ടൊഴിയണം എന്നാണ് ട്രംപിൻ്റെ പക്ഷം. അഥവാ അവിടെ വാസയോഗ്യമല്ല എന്നാണ് ട്രംപിൻ്റെ പക്ഷം പറയുന്നത്. അതിനായി അവർ സയനിസ്റ്റ് പാശ്ചാത്യ ലോബികൾ ഒന്നുകിൽ സിനായ് മരുഭൂമിയിലേക്ക് ഗസക്കാർ പോകണം, ഒരു ഭാഗത്ത് അങ്ങനെ അതിനുവേണ്ടി നിർബന്ധിക്കുമ്പോൾ മറുഭാഗത്ത് നെതന്യാഹു ആവട്ടെ, സൗദി വലിയൊരു മുസ്ലിം രാജ്യമാണ്, അവിടെ ധാരാളം ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയും, ഗസക്കാരെ അവിടേക്ക് മാറ്റി താമസിപ്പിക്കണം, അവർ അവിടേക്ക് പോകട്ടെ എന്ന പ്രസ്താവനയോടെ അറബ് മേഖലയിലെ അറബ് ജിയോ പൊളിറ്റിക്സിൽ മറ്റൊരു തർക്കത്തിനു കൂടി നെതന്യാഹു തുടക്കമിട്ടിരിക്കുകയാണ്. അത് വളരെ ബോധപൂർവമായിട്ടുള്ളൊരു പ്രശ്നം ഉൽപ്പാദിപ്പിച്ചെടുക്കലാണ്. ഇതിനിടെ കേട്ട ഏറ്റവും കൗതുകമായി തോന്നിയ ഒന്ന്, ഗാസ വാസയോഗ്യമല്ലെന്നും പൊടിപടലങ്ങളും മറ്റും കൊണ്ട് അതല്ലെങ്കിൽ പാർപ്പിടങ്ങൾ തകർന്ന അവസ്ഥകളൊക്കെ കൊണ്ട് അവിടെ ജീവിക്കാൻ കഴിയില്ല എന്നും ഇവിടെ വിട്ട് ജനങ്ങൾ സുരക്ഷിതമായി അവർക്ക് ആരോഗ്യകരമായി ജീവിക്കാൻ അവർ മറ്റിടത്തേക്ക് പോകണമെന്നുമാണ് ട്രംപ് പറയുന്നത്. എന്ന് വെച്ചാൽ ബോംബിടുമ്പോഴും ക്രൂരമായി കൊല്ലുമ്പോഴും ഒന്നുമില്ലാത്ത പ്രശ്നമാണ് ട്രംപിന് ഗസക്കാർ പൊടിപടലങ്ങൾ ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്നതാണ് വളരെ കൗതുകരമായ കാര്യം. അതവിടെ നിൽക്കട്ടെ. 2 കാര്യമാണ് ട്രംപ് അച്ചട്ട് പറയുന്നത്. ഒന്ന്, ശനിയാഴ്ചക്കകം മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടയച്ചില്ലെങ്കിൽ വീണ്ടും സൈനിക ഓപ്പറേഷൻ ഇസ്രയേൽ ആരംഭിക്കുമെന്ന്. 2, ഗാസ നഗരത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി പുനരുദ്ധരിക്കും എന്ന് വെച്ചാൽ ഇനി അമേരിക്കൻ നേതൃത്വത്തിൽ നേരിട്ട് തന്നെ സൈനിക ഓപ്പറേഷനോ മറ്റോ ഉണ്ടായാലും അത്ഭുതപ്പെടാൻ ഇല്ല എന്നാണ് ട്രംപ് നൽകുന്ന സൂചനകൾ.
മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ സൈനിക ഓപ്പറേഷൻ നടക്കും എന്നത് ഒരു അപായ സൂചനയാണ്. സൈനികരോട് തയ്യാറാവാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പറഞ്ഞിരിക്കുന്നു. ഏകപക്ഷീയമായ യുദ്ധം ചെയ്തിട്ടും ക്രൂരമായ ആക്രമണം നടത്തിയിട്ടും ഒന്നും നേടാൻ കഴിയാത്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന കൂടി നടത്തി അവരുടെ കൂടെ നിന്നാൽ തങ്ങളുടെ ലക്ഷ്യം അതിവേഗം സ്ഥാപിച്ചെടുക്കാമെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. അതിന് പക്ഷേ തങ്ങളുടെ നിശ്ചയദാർഢ്യം കൊണ്ട് ഗാസ മറുപടി പറഞ്ഞാൽ വീണ്ടും ഗാസ ചോരക്കളമായി മാറും. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം ഗാസ ഒരു കാലത്തും ചിരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. waytonikah.com, the exclusive Muslim matrimonial site.